ന്യൂട്ടൻ്റെ മെക്കാനിക്സ്. ഈ മെക്കാനിക്സിൻ്റെ ഉപയോഗം എന്താണ്? അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു, മെക്കാനിക്സിൻ്റെ ഉപയോഗം കാലാന്തരത്തിൽ വസ്തുക്കൾക്ക് ദേശത്തിൽ വരുന്ന പരിണാമം എന്ന് പറഞ്ഞാൽ സ്ഥാനപരിണാമം. കാലാന്തരത്തിൽ വസ്തുക്കൾക്ക് ഈ സ്പേസിൽ ദേശത്തിൽ വരുന്ന സ്ഥാനപരിണാമം, സ്ഥലം മാറി 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 വരിക എന്നുള്ളത്, അത് വിവരിക്കുകയാണ് മെക്കാനിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് അവിടുന്ന് ഇങ്ങോട്ട് പോയി എന്ന് പറയണില്ലേ ഗ്രഹങ്ങളെ. ആ സ്ഥാനപരിണാമം അതാണ് മെക്കാനിക്സിൽ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രഹനക്ഷത്രാദികൾക്ക് കാലാന്തരത്തിലാണ് ദേശത്തിൽ അല്ലെങ്കിൽ സ്പേസിൽ മാറ്റം വരുന്നത്, അല്ലേ, സ്ഥാനം പരിണാമം വരുന്നത്. അപ്പോൾ കാലാന്തരം കൊണ്ട് ദേശാന്തരത്തിൽ ഒരു വസ്തുവിൻ്റെ, അതായത് ഗ്രഹത്തിൻ്റെ സ്ഥാനപരിണാമം സംഭവിക്കുന്നതിനെയാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലെ ഗണിതം ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പ്രകാശരശ്മീനെ ഒരു വസ്തുവായി സങ്കല്പിച്ച് നോക്കുക, ഭൂമിനെ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിനെ ഒരു ദേശമായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ അക്ഷാംശവും രേഖാംശവും ഭൂമിയിൽ വരയ്ക്കുന്ന പക്ഷം ആ റഫറൻസ് ഫ്രെയിംസിനെ ആസ്പദമാക്കിയിട്ട് പ്രകാശരശ്മിയുടെ ചലനം വിവരിക്കാൻ കഴിയും. ഈ ആക്ച്വലി സ്പീക്കിംഗ് തച്ചുശാസ്ത്രജ്ഞന്മാർ ഈ നിയമം വെച്ചിട്ടാണ് ഈ ഭൂമിയിൽ സൂര്യക്ഷേത്രങ്ങളോ സൺഡയലുകളോ എല്ലാ ക്ഷേത്രങ്ങളും പണിതുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അക്ഷാംശ രേഖാംശ രേഖകളെ കാർട്ടീസിയൻ ആക്സിസ് എന്നാണ് വിളിക്കുന്നത്, ശാസ്ത്രം വിളിക്കുന്നത്. നിരയനമായ ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ ഒരു റഫറൻസ് ഫ്രെയിമിൽ ഒരു ബാഹ്യശക്തിയുടെയും പ്രവർത്തനം നടക്കുകയില്ല. അതുകൊണ്ട് ഈ റഫറൻസ് ഫ്രെയിമിലാണ് ന്യൂട്ടൻ്റെ ഒന്നാം നിയമത്തിന് അസ്തിത്വം ഉള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ബാഹ്യശക്തിയും പ്രവർത്തിക്കാത്ത ഒരു റഫറൻസ് ഫ്രെയിം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെവിടെ, അതെങ്ങനെ പ്രവർത്തിക്കുന്നു? ആക്ച്വലി സ്പീക്കിംഗ് ഈ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഉപനിഷത്തുക്കളിലെ എല്ലാ ചിന്താപദ്ധതിയും വികസ്വരമായിട്ടുള്ളത്. ഇപ്പോൾ ഒരു വസ്തുവിന്മേൽ ഒരു ശക്തിയും പ്രവർത്തിക്കണില്ല എന്ന് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ആ വസ്തു നിരയനമായ ഒരു കോഓർഡിനേറ്റ് സിസ്റ്റത്തിലാണ് ചലിക്കുന്നത്. അപ്പം നിരയനമായ കോഓർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുമായിട്ട് ബന്ധിക്കപ്പെട്ട ഒരു കോഓർഡിനേറ്റ് സിസ്റ്റം നിരയനാവോ? ഭൂമിയുടെ അച്ചുതണ്ടിന് ചുറ്റുമുള്ള കറക്കം കൊണ്ട് മെക്കാനിക്സ് നിയമങ്ങൾ ഭൂമിയുടെ മുകളിൽ ബാധകമല്ല എന്ന് വരുമോ? അതൊക്കെ നോക്കുമ്പോൾ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നിരയനമായിട്ട് എടുക്കുന്നതാണ് യുക്തി എന്നാദ്യം തോന്നി. പിന്നെ നക്ഷത്രങ്ങളുടെ ചലനത്തിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണെങ്കിൽ സൂര്യനും ഈ കറക്കം സംഭവിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ സൂര്യനോട് ബന്ധപ്പെട്ട സിസ്റ്റവും നിരയനമല്ല എന്ന് വരും. അപ്പോൾ പിന്നെ ഇനർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന് എങ്ങനെയാണ് ചലനാവസ്ഥ ഗ്രഹിക്കുക? ഇറ്റ് ഈസ് മിയർലി ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇവല്യൂഷൻ ഓഫ് ഫിസിക്സ് എന്ന തൻ്റെ ലേഖനത്തിൽ എഴുതിയ ഒരു വാചകം കൂട്ടിയാണ്. ഇറ്റ് ഈസ് മിയർലി എ യൂസ്ഫുൾ ഫിക്ഷൻ ആൻഡ് ഐ ഹാവ് നോ ഐഡിയ ഹൗ ടു റിയലൈസ് ഇറ്റ്. ഇഫ് ഐ കുഡ് ഓൺലി ഗെറ്റ് far away from all the material bodies and free myself from all external influences, my system will then be inertial. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഫിസിക്സിൻ്റെ ഇവല്യൂഷനിലെ ഐൻസ്റ്റൈനും ഇൻഫെൽഡും തമ്മിലുള്ള ഒരു സാങ്കല്പിക സംഭാഷണത്തിലാണ് ഈ വാചകം വരുന്നത്. നിരയനത്തെ അറിയണമെന്ന് നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സർവഭൗതിക വസ്തുക്കളിൽ നിന്നും സർവബാഹ്യചോദനകളിൽ നിന്നും മുക്തനായേ തീരൂ എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. അദ്ദേഹം അത് ഗ്രഹിച്ചിട്ടുണ്ട്. ഈ മുക്തിമാർഗം സംസാരത്തിലെ ഭൗതികത്തിലെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് നിന്നുകൊണ്ട് നിരയനമായിട്ടുള്ള ഒരു മുക്തിമാർഗം, ഇത് തന്നെയാണ് ഈ യോഗ സമാധി എന്നൊക്കെ പറയുന്നത് കൊണ്ട് പഴയ ശാസ്ത്രജ്ഞന്മാരും ഉദ്ദേശിച്ചിരുന്നത്. ഭൗതിക വസ്തുക്കളുടെ ആപേക്ഷിക ഗൗണീ സ്ഥിതി കൊണ്ട് മെക്കാനിക്സിൽ ആപേക്ഷിക കാലം, ആപേക്ഷിക ദേശം, റിലേറ്റീവ് ടൈം സ്പേസ് എന്നല്ലാതെ വളരെ ട്രൂ ആയിട്ടുള്ള റിലേറ്റീവായിട്ടുള്ള ഒരു കാലമോ അല്ല പരമാർത്ഥികമായിട്ടുള്ള അബ്സല്യൂട്ടായിട്ടുള്ള ഒരു ദേശമോ കാലമോ ഇല്ല. അതിനൊരു പ്രയോജനവും ഇല്ല എവിടെ? മെക്കാനിക്സിൽ. അതിനോട്ട് മെക്കാനിക്സിൽ ദർശിക്കാനും സാധിക്കില്ല. അപ്പം ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് വിളിക്കപ്പെടുന്ന സായന ചലന നിയമങ്ങൾ ആപേക്ഷിക ചലനത്തെ ആശ്രയിച്ചതാണ് എന്ന് ചുരുക്കം. അപ്പം നാരായണത്ത് ഭ്രാന്തൻ എന്തിനാ വലിയൊരു കല്ലുരുട്ടി താഴത്തേക്ക് ഇട്ടിരുന്ന്
മലമുകളിൽ നിന്ന്. അപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചിരുന്നു ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള കറക്കം കാരണം മുകളിലേക്കിട്ട ഒരു കല്ല് താഴത്തേക്ക് വരുമ്പോൾ വേറൊരിടത്താണ് വീഴുക എന്ന്. ടോളമിയും ഇങ്ങനെ വിചാരിച്ചിരുന്ന ആൾ തന്നെയാണ്. ഇത് പരീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ തെളിയിക്കാനുള്ള, അത് തെറ്റോ ശരിയോ എന്ന് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണമായിട്ട് വേണം നമുക്ക് ഈ കല്ലുരുട്ടി കളീനെ കാണാൻ. ഗുരുവായ അല്ലെങ്കിൽ ഘനമുള്ള ഒരു കല്ല് വസ്തു താഴേക്ക് വീഴുന്നതിനെ കുറിച്ചാണ് അവിടെ ഇപ്പൊ പഞ്ചസിദ്ധാന്തിക അധ്യായം 13 ത്രൈലോക്യ സംസ്ഥാനത്തിൽ അത് കാണാം. ഇത് ഘനമുള്ള വസ്തു താഴത്തേക്ക് ഇട്ടാൽ എങ്ങനെയാ വീഴുക എന്നുള്ളത്. അപ്പൊ ടോളമിയുടെ തെറ്റിനെ ഗലീലിയോവിന്റെ കാലം വരെ പാശ്ചാത്യ ലോകം ശരിവെച്ചിരുന്നു. ഇപ്പം ട്രാൻസ്ഫർമേഷൻ, ഗലീലിയൻ മാറ്റം എന്ന് പറയുന്ന ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻ ഒരേ സംഭവത്തെ, അതായത് ഒരേ ഇവന്റിനെ രണ്ട് ദ്രഷ്ടാക്കൾ പരസ്പരാശ്രിതമായ സമ്യക് ചലനത്തോടു കൂടിയ രണ്ട് ബിന്ദുക്കളിൽ ഇരുന്ന്, നിരയന ബിന്ദുക്കളിൽ ഇരുന്ന് എന്ന് നമുക്ക് പറയാം, വീക്ഷിക്കുന്നതിനെ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കുട്ടിയുടെ ജനനാവാം, ഒരു കുട്ടിയുടെ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്താവാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ച് ആവാം, തെരഞ്ഞെടുപ്പാവാം, ഒരു അപകടം ഉണ്ടായതാവാം, ഒരു നാച്ചുറൽ കലാമിറ്റി ആവാം, എല്ലാം ഇവന്റ് തന്നെയല്ലേ. വിദേശാക്രമണമാവാം, ഒക്കെ ഇവന്റാണ്. ഈ ഇവന്റുകളെ പ്രത്യേക ദേശബിന്ദുവിലെ ഒരു പ്രത്യേക കാലമുഹൂർത്തത്തിൽ സംഭവിക്കുന്ന ഒന്ന് എന്നേ മെക്കാനിക്സിലും റിലേറ്റിവിറ്റിയിലും ജ്യോതിഷത്തിലും അർത്ഥമുള്ളൂ. ഒരു കുട്ടിയുടെ ജനനം എന്നുള്ളതിന് അത്രയേ അർത്ഥമുള്ളൂ, ഒരു ഇവന്റ്. പക്ഷേ ഒരു ജനനത്തെ ഒരു സംഭവമായിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക കാലബിന്ദുവിൽ അചലമായിരിക്കുന്ന ഒരു പ്രത്യേക ദേശബിന്ദുവിനും അതിനെ ആശ്രയിച്ച് ചരിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ആകാശഗോളങ്ങൾക്കും ഉള്ള ഒരു നിശ്ചല ചിത്രം വരയ്ക്കണം. ഇതാണ് നമ്മൾ ഈ വരയ്ക്കുന്ന രാശിചക്രം. ഒരു ആക്ച്വലി ഇറ്റ് ഇസ് എ മാപ്പ്, astronomical map of that particular event.